ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ 2 ദിവസത്തെ KSRTC ടൂർ യാത്ര പുറപ്പെടുകയാണ്. വിവാഹമൊക്കെ കഴിഞ്ഞ് ഇതുപോലെയുള്ള യാത്രയൊക്കെ നടത്തണമെന്ന് വിചാരിച്ചിരുന്നെങ്കിലും എവിടെയും പോകാൻ സാധിച്ചിരുന്നില്ല. ഇനി അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ വീഡിയോ 2023 സെപ്റ്റംബറിൽ ഞങ്ങൾ പോയ യാത്രയുടേതാണ് കേട്ടോ. ഇതിപ്പോൾ ശരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് 2024 ജൂൺ ആയിട്ടുണ്ട്. ജൂൺ 24-ാം തീയതി ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നത്. അന്ന് അത് ഓരോ കാരണങ്ങൾ കൊണ്ട് പിന്നെ നമ്മളെ മടിയൊക്കെ കൊണ്ട് അത് അവിടെ ഇട്ടു. പക്ഷേ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ആ വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് എടുത്ത വീഡിയോ തന്നെയാണിതൊക്കെ. അതുകൊണ്ട് എന്തായാലും അത്ര കഷ്ടപ്പെട്ടതല്ലേ, നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ ഞാൻ അവസാനം എത്തി. ആദ്യം ഞങ്ങൾ ട്രക്കിങ്, അതായത് ജീപ്പിൽ ഒക്കെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു ഗുഹ, വെള്ളം ഒലിക്കുന്ന ഒരു ഗുഹയാണ് ഇത്. അതിൻ്റെ പേര് ഞാൻ മറന്നു, കുറേ ആയല്ലോ. അതിൽ നമുക്ക് നോക്കിയാൽ ഒരു ചെറിയ പോയിൻ്റ് കാണാം അങ്ങ് ദൂരെ. അത് അവരന്ന് പറഞ്ഞത് ഒരു 3 കിലോമീറ്ററോളം നേരെ പോകണം എന്നൊക്കെയാണ്. പക്ഷേ പിന്നീട് അവിടുന്ന് ഒരാൾ പറഞ്ഞു 1 കിലോമീറ്റർ അപ്പുറം പോയി കഴിഞ്ഞാൽ അതിലൂടെ പുറത്തിറങ്ങാം. പക്ഷേ എന്തോ ഒരു ഭയം കാരണം പോകാൻ പറ്റിയില്ല. പിന്നെ പോയ ഒരു സ്ഥലം, അത് ഒരു പീക്കാണ്. അവിടെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഞാനും ഭാര്യയും, അതുപോലെ പിന്നെ കോഴിക്കോട് ടൗണിൽ ഒക്കെയുള്ള ആൾക്കാരുണ്ട്, മലപ്പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ട്, പിന്നെ എൻ്റെ നാട്ടിൽ കുറ്റ്യാടി നിന്നുള്ള കുറച്ച് 2-3 ഫാമിലി ഉണ്ട്. എന്തായാലും 2 ദിവസത്തെ യാത്ര വളരെ അടിപൊളിയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം പരസ്പരം അതിനു മുന്നേ ഒരിക്കൽ പോലും കണ്ടോ പരിചയമുള്ള ആൾക്കാരൊന്നും ആയിരുന്നില്ല ഞങ്ങളാരും. അതിലൊന്ന് 2-3 ഫാമിലി പരിചയക്കാരുണ്ടെന്നല്ലാതെ നമുക്ക് ഒരു മുൻപരിചയമുള്ള ആൾക്കാരായിരുന്നില്ല. എന്നിട്ടും 2 ദിവസം കൊണ്ട് എല്ലാവരും വളരെ മാനസികമായിട്ട് അടുത്തു. ബസ്സിൽ നിന്ന് നല്ല എൻജോയ് ചെയ്ത് ആണ് യാത്ര. അത്രയും ആസ്വദിക്കാൻ പറ്റി. അതാണ് അതിൻ്റെ. പിന്നീട് അതിന് ശേഷം ഒരുപാട് പേര് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ബന്ധം പലരുമായിട്ട് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ നിലനിർത്തുന്നുണ്ട്. യാത്രയുടെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ടുള്ളത് അറിയാം. ഈ ജീപ്പിൽ ട്രക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇവിടെ പാർക്ക് ചെയ്യും. അതിനുശേഷം ഉച്ചഭക്ഷണം കഴിക്കും. അതിനുശേഷം കുറച്ചുകൂടി കാഴ്ചകൾ കാണാനുണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞു. ഭക്ഷണത്തിന് കയറുകയാണ്. ഭക്ഷണം അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഭക്ഷണം അടിപൊളിയായിരുന്നു. എൻ്റെ വൈഫാണത്. പിന്നെ അത് നമ്മളെ കണ്ടക്ടർ ചേട്ടനാണ്. ഇവരൊക്കെ ബസ്സിൽ നിന്നൊക്കെ വളരെ എൻജോയബിളായിരുന്നു. പാട്ട് പാടും, മിമിക്രി അവതരിപ്പിച്ചും, ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ തന്നെ, ശരിക്കും മുൻ പരിചയമുള്ള ആളെ പോലെ തന്നെയായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. ഇത് ഞങ്ങൾ അവിടെ എത്തി. ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു. എല്ലാവരും ഓരോരോ വഴിക്ക് പോയി. ഒരു പാർക്ക് പോലെയുള്ള സ്ഥലമാണ്. അവിടുന്ന് നമുക്കിങ്ങനെ സ്വന്തമായിട്ട് ബോട്ടിൽ കറങ്ങാനും, അതുപോലെ ഫാമിലിയായിട്ട് ഒരു വലിയ ബോട്ടിൽ ഒരുപാട് പേര് ഒന്നിച്ചുള്ള യാത്ര, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഒരു ബോട്ട് എടുത്തു. ഒരു ആൾക്ക് 350 രൂപ എങ്ങനെയായിരുന്നു തോന്നുന്നു. കുറച്ച് നേരം അതിൽ ഇങ്ങനെ കറങ്ങി. നല്ല ആഴമുണ്ട് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. നീന്താൻ അറിയാം എനിക്ക്. എന്നാലും അവിടെ ഞാൻ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാ നീന്താൻ അറിഞ്ഞിട്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ജാക്കറ്റൊക്കെ ഉണ്ട്, സേഫ്റ്റി മെഷേഴ്സൊക്കെ എടുത്തുകൊണ്ട് തന്നെയാണ് യാത്ര. വൈഫിനെന്തായാലും നീന്താവൊന്നും അറിയില്ല. ഞാൻ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വലതുവശത്ത് തുഴഞ്ഞു കഴിഞ്ഞാൽ ഇടതോട്ടാണ് ഈ ബോട്ട് പോവുക, അതുപോലെ ഇടത് തുഴഞ്ഞു കഴിഞ്ഞാൽ വലത് ഭാഗത്തേക്കാണ് ബോട്ട് പോവുക എന്നൊക്കെ. അതിനുശേഷം ഞങ്ങളതൊക്കെ മതിയാക്കി തിരിച്ച് വീണ്ടും ആ പാർക്കിൻ്റെ ഉള്ളിലോട്ട് തന്നെ വന്നു. അവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ട്, പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ. ചെറിയ ചെറിയ റൈഡുകൾ, അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഓരോരോ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. ആ ഒരു സമയത്താണ് ഞങ്ങൾ വലിയ കോട, നിങ്ങൾക്കിപ്പോൾ കാണാം, കോട മഞ്ഞ്. ശരിക്കും കാഴ്ച നമ്മൾ എല്ലാ കാഴ്ചയിനും മറച്ചുകൊണ്ടുള്ള കോട തന്നെയായിരുന്നു. ഇതാ ഓരോ സെക്കൻഡും നോക്കുമ്പോൾ അതിങ്ങനെ കയറി വരുന്നതായിട്ട് കാണാം. ആ ഗ്രൗണ്ടിൽ ഉള്ള ഒരു
എന്താ പറയുക, നമുക്ക് ചുറ്റും വീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണത്. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കാണാം. കണ്ടോ, അതൊക്കെ മൂടി. അത്രയ്ക്കും മഞ്ഞാണ് പെട്ടെന്ന് കയറി വന്നത്. വാഹനങ്ങളൊക്കെ അധികം അവിടെ നിന്ന് പോവുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം അവിടുത്തെ സമയം ചിലവഴിക്കുന്നത് നിർത്തി യാത്ര തുടരാൻ പോവുകയാണ്. യാത്ര തുടരുന്നു. ഇന്ന് രാത്രി സ്റ്റേ ആണ്. നാളെ കുമരകത്തും ഇന്ന് വാഗമണ്ണിൽ തന്നെ തങ്ങുകയാണ്. നാളെ രാവിലെ ഞങ്ങൾ അവിടേക്ക് പോകും. യാത്രയുടെ ഓരോ ആൾക്കാരെ കാണാനില്ല, അത്രയും കഴിയുന്തോറും കണ്ടില്ലേ, കോട ശരിക്ക് നമുക്ക് പരസ്പരം ആൾക്കാരെ കാണാൻ പറ്റാത്ത രൂപത്തിലായി. ഇത് ഞാൻ ബസ്സിൽ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. താഴെ നിൽക്കുന്ന ആൾക്കാരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴ്വരയൊന്നും ഒട്ടും കാണാൻ പറ്റുന്നില്ല. ശരിക്കും കുറേ സമയം ബസ് അവിടെ ജാമായി നിന്നിട്ടുണ്ട്. അതായത് മുന്നോട്ടെടുക്കാൻ കാഴ്ച കാണാൻ പറ്റാത്ത തരത്തിലുള്ള, ഡ്രൈവർക്ക് മുന്നോട്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള കുടയുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ ഒരു പൈൻ മരങ്ങൾ ഒക്കെയുള്ള ഒരു ഫോറസ്റ്റിലേക്കാണ് പോയത്. അതിൻ്റെ കാഴ്ച അധികം ഒപ്പിയെടുക്കാൻ അവിടെ നിന്ന് പറ്റിയില്ല. കാരണം പെട്ടെന്ന് തന്നെ മഴ വന്നു. ഞങ്ങൾക്ക് ആരെടുത്തും കുടയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. നമ്മൾ ചിത്രം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത് എവിടെയാണെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ രാത്രി അവിടെ നിന്ന് ചെറിയ നൈറ്റ് പ്രോഗ്രാം, അതായത് ഫയർ ഡാൻസ് പോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ആ ഹോട്ടലിൽ തന്നെ തങ്ങുകയാണ് ചെയ്തത്. ഓക്കെ, അടുത്ത ദിവസത്തെ യാത്ര മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്